നമസ്കാരം. വർത്തമാന കേരളത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്മജ വേണുഗോപാൽ, അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പത്മജ വേണുഗോപാൽ ഫാക്ട്, BJP പ്രവേശനം വിജയിച്ചുവോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. കാരണം കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിന്റെ അവഗണന, നിരന്തരമായ അവഗണന, കഴിവില്ലാത്ത നേതാവാണ്. സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ചിട്ടൊക്കെ വളരെ വളരെ മോശമായ കമന്റുകളൊക്കെ കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകരൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും വളരെ മാന്യമായി പ്രതികരിക്കുന്ന ഒരു സഹോദരിയാണ് പത്മജ വേണുഗോപാൽ. അവര് BJP-യിൽ പോയപ്പോ ഇവിടെ വലിയ തരംഗമൊന്നും ഉണ്ടാവില്ല, വെറും ഒന്നുമല്ലാത്ത ആള്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എന്നാ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ മുഖ്യ ഘടകമായി പ്രവർത്തിച്ചത് പത്മജ വേണുഗോപാലാണ് എന്ന് പറഞ്ഞാൽ, വർത്തമാന കേരളത്തിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുമോ? കാരണം സുരേഷ് ഗോപി വിജയിച്ചത് തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളുടെ വോട്ട് നേടിക്കൊണ്ടാണ്. പത്മജ വേണുഗോപാൽ വലിയ ആരവം ഉയർത്തി, വലിയ ആറ്റം ബോംബ് പൊട്ടിച്ച്, വലിയ തിക്കും തിരക്കും ലഹളയും കാണിച്ച്, BJP-യുടെ പ്രചരണ വാഹനത്തിൽ കയ്യും കാട്ടി, എങ്ങനെ കാട്ടി, ഡാൻസ് കളിച്ചും കൂട്ടുകളിച്ചിട്ട് ഒന്നുമല്ല. അതായത് പത്മജയ്ക്കൊപ്പം നിൽക്കുന്ന മനസ്സുള്ള ഒരുപാട് സഹോദരിമാരുണ്ട്, പത്മജയെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാരെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലെ സ്ത്രീ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താൻ പത്മജ വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. അതില് പത്മജ വേണുഗോപാൽ ഒരു ഭാഗം വരെ വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസിന്റെ ചതിയും കൂടിയുള്ളത് കൊണ്ടാണ് കെ മുരളീധരൻ, സുരേഷ് ഗോപി ജയിച്ചു പോയത് എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. നന്ദി, നമസ്കാരം.